ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലൊരു കോളർ എങ്ങനെ വെക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗൗണാണ്. അതിൻ്റെ കഴുത്തിൻ്റെ അകലം ഒരു 5 ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം 1.5 ഇഞ്ചിലും ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം ഒരു 1/2 ഇഞ്ചിലും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നീളം നടന്നെടുക്കാം. ഇനി ഇതിൻ്റെ നീളം ഒന്ന് അളന്നെടുത്തിട്ടുണ്ട്. മൊത്തം 14 ഇഞ്ചാണ് നീളം വരുന്നത്. അപ്പോൾ ആ വലുപ്പത്തിൽ ഞാനൊരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസിൻ്റെ വീതി പറയുന്നത് 1.25 ഇഞ്ചാണ്. 1.25 ഇഞ്ച് വീതിയും 14 ഇഞ്ച് നീളത്തിലും ഇതുപോലെ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുക. ഇനി ക്യാൻവാസിന് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ മടക്ക് വരുന്ന ഭാഗത്തുനിന്ന് അങ്ങോട്ട് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതുപോലെ 4 ഇഞ്ച് അടയാളപ്പെടുത്തിൻ്റെ നേരെ അപ്പുറ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തുക. പിന്നെ അതിൻ്റെ മടക്ക് വരുന്ന ഭാഗത്ത് ഒരു 1/4 ഇഞ്ചിൽ ഇതേപോലെ ഉള്ളിലേക്കും അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ 1/4 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയത് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. വരഞ്ഞ് ആ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നു വരഞ്ഞ് യോജിപ്പിക്കുക. ഇനി ഇതിൻ്റെ ഇപ്പുറ ഭാഗത്ത് ഇതിൻ്റെ ഒരു 1/2 ഇഞ്ച് മുകളിൽ നിന്ന് അങ്ങോട്ട് നമ്മൾ 4 അടയാളപ്പെടുത്തിയില്ലേ അവർക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരഞ്ഞു കൊടുക്കുക. ഞാനിത് പേപ്പറിലാണ് ഇങ്ങനെ വരഞ്ഞ് കാണിക്കുന്നത്. എൻ്റെ അടുത്ത് ക്യാൻവാസിൽ വരയുന്നത് മിസ്സായിപ്പോയിരുന്നു. അപ്പോൾ ഇത് ഇതേപോലെ ഈ പേപ്പറിൽ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ക്യാൻവാസിലും അങ്ങനെ വരഞ്ഞ് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ നീളത്തിൽ 2 പീസ് എടുത്തിട്ടുണ്ട്. നമ്മളെ കഴുത്തിന് എത്ര നീളമാണോ എടുത്തത് വെച്ചെങ്കിൽ അതിനേക്കാളും 2 ഇഞ്ചെങ്കിലും കൂടുതൽ എടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഈ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാം. ഞാൻ 2 പീസും പാടെ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ക്യാൻവാസ് വെച്ചിട്ട് ഒട്ടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഞാൻ ഉള്ളിലേക്ക് 1/4 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തില്ലേ ആ ഭാഗം ഒന്ന് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. ആദ്യം അതിൻ്റെ ആ തലക്കുന്ന ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മേലേക്ക് തയ്ച്ചിട്ട് പിന്നെ ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇനി ആ ബാക്കി വന്ന ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് മറ്റേ ഭാഗം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആ തുന്നാനുള്ളൊരു സ്ഥലം വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗമാണ് കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതിനെ രണ്ടായിട്ട് ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തുക. നമുക്കിതിനെ മറിച്ചെടുക്കാം. ഈ മൂലഭാഗം ക്ലിയർ ആയിട്ടില്ല വെച്ചെങ്കിൽ ഇതേപോലെ കത്രിക എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പുറത്തൊക്കെ തള്ളി കൊടുക്കാം. നമുക്കിത് രണ്ടും പാടെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഒന്നും കൂടി തുന്നി കൊടുക്കാം.
ഇനി ഗൗണുമൊക്കെ കോളർ പിടിപ്പിച്ച് കൊടുക്കുക. അതിന് ഗൗണിൻ്റെ നടുഭാഗം കോളറിൻ്റെ നടുഭാഗം എടുക്കുക. അതുപോലെ ക്യാൻവാസ് വെക്കാത്ത ഈ ഭാഗം കണ്ടോ, അതും ഗൗണിൻ്റെ ലൈനിങ് വരുന്ന ആ ഭാഗം കണ്ടോ, അതും പാടെ ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ നടുഭാഗത്ത് നിന്ന് അങ്ങോട്ടാണ് തുന്നി കൊടുക്കുന്നത്. ഇത് ഈ തലവരെ തുന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഞാൻ മറ്റേ ഭാഗം അങ്ങനെ തുന്നാം. നമ്മളൊരു നടുഭാഗത്ത് നിന്ന് അങ്ങോട്ടല്ല തുന്നുക, അപ്പോൾ അതിൻ്റെ അങ്ങേ ഭാഗം ഉണ്ടല്ലോ, നടുഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തൊക്കെയുള്ള തുന്നാൻ, അതാണ് ഇനി തുന്നുന്നത്. അതും ഇതേപോലെ ആ തലവരെ തുന്നി കൊടുക്കുക. ഇനി ഇതിങ്ങനെ മറിച്ച് കൊടുക്കാം. ഇതിങ്ങനെ മറിക്കുമ്പോൾ ഇതിൻ്റെ നല്ല വശത്തേക്കായിരിക്കും ഇതിങ്ങനെ മറിഞ്ഞ് വരിക. ഇതിൻ്റെ ഈ കരഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചെടുത്തിട്ട് നമുക്കതിനെ തുന്നിയെടുക്കാം. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് തുന്നിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കോളറിൻ്റെ എൻഡ് ഭാഗത്ത് പ്രസ് ബട്ടൺ വെക്കുന്നുണ്ട്. ഇതിങ്ങനെ പ്രസ് ബട്ടൺ വെക്കണമെന്നൊന്നുമില്ല, ഞാൻ വെച്ചെന്നുള്ളൂ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.